കാസർഗോഡ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ എന്തായാലും ഇത്തവണ പോരാട്ടം കനക്കും. കടലും കായലും അതിർത്തി പങ്കിടുന്ന തീരദേശ ഗ്രാമപഞ്ചായത്തിൽ UDF-നുള്ള മേൽക്കൈ തകർത്ത് 3 സീറ്റ് വ്യത്യാസത്തിൽ 2020 LDF ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. UDF-ലുണ്ടായ അസ്വാരസ്യങ്ങൾ LDF വിജയത്തിന് കളമൊരുക്കുകയായിരുന്നു. എന്നാൽ നഷ്ടപ്പെട്ട പഞ്ചായത്ത് ഭരണം ഇത്തവണ കൈപ്പിടിയിലാക്കാനുള്ള ഒടുക്കത്തിലാണ് UDF. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ 40 വർഷക്കാലത്തെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാക്കുന്നത് പഞ്ചായത്തിലെ UDF മേൽക്കോയ്മയാണ്. എന്നാൽ 13 വാർഡുകളുള്ള തീരദേശ ഗ്രാമപഞ്ചായത്തിൽ 2020 UDF കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ട് LDF നേതൃത്വത്തിൽ CPM ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. UDF-നകത്ത് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അസ്വാരസ്യങ്ങളെ മുതലാക്കിക്കൊണ്ടാണ് 3 വാർഡുകൾ പിടിച്ചെടുത്ത് CPM ഭരണത്തിലേറിയത്. 2010 UDF-ന് ഭരണം കിട്ടിയിട്ടും മുന്നണിക്കകത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചത് മുതൽ രാഷ്ട്രീയ കാറ്റ് LDF-ന് അനുകൂലമായി പഞ്ചായത്തിൽ CPM മികച്ച രീതിയിൽ ശക്തിപ്പെടുന്നതിന് വഴി തുറന്നു. നിലവിൽ CPM-ലെ VV സജീവൻ പ്രസിഡന്റായുള്ള ഭരണസമിതിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. തീരശോഷണം നേരിടുന്ന ഗ്രാമപഞ്ചായത്തിൽ കണ്ടലോരം പദ്ധതി അടക്കം നടപ്പാക്കി ഹരിത കേരള മിഷന്റെ സംസ്ഥാനതല പുരസ്കാരമടക്കം നേടിയതിന്റെ നിറവിലാണ് ഭരണസമിതി. തിരഞ്ഞെടുപ്പെടുക്കവേ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. കഴിഞ്ഞ തവണത്തെ ഭരണത്തെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചു എന്ന് തന്നെയാണ് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കടൽ തീരത്തിന് ഒരു ഹരിത കവചം എന്നുള്ള രീതിയിലേക്ക് 75,000 കാറ്റാടി തൈകൾ വെച്ച് പിടിപ്പിച്ച ഇന്ത്യയിലെ ഒരേ ഒരു പഞ്ചായത്താണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത്. ദ്രവമാലിന്യ സംസ്കരണ രംഗത്ത് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സോക്കേജ് പിറ്റുകൾ മുഴുവൻ വീടുകൾക്കും നിർമ്മിച്ചു നൽകിയ ഒരു പഞ്ചായത്ത് കൂടിയാണ്. കേരളത്തിൽ തന്നെ കണ്ടലോരം എന്നൊരു പദ്ധതിക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ മികച്ച രീതിയിൽ കണ്ടലോരം പദ്ധതി രീതിയിലേക്ക് കൊണ്ടുവന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതേസമയം അവാർഡുകൾക്ക് വേണ്ടി മാത്രം LDF നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി പല പ്രോജക്റ്റുകളും ഉണ്ടാക്കിയെന്നും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടില്ലെന്നും UDF അംഗങ്ങൾ ആരോപിച്ചു. UDF-നകത്തുണ്ടായ അസ്വാരസ്യങ്ങൾ മാത്രമാണ് കഴിഞ്ഞ തവണ LDF ഭരണത്തിലേറുന്നതിന് ഇടയാക്കിയത്. UDF-ന് മേൽക്കൈയുള്ള ഗ്രാമപഞ്ചായത്ത് വരുന്ന തിരഞ്ഞെടുപ്പിൽ തിരിച്ചുപിടിക്കുന്ന കാര്യം ഉറപ്പെന്ന് പ്രതിപക്ഷ നേതാവ് കൂടിയായ M അബ്ദുൽ സലാം പറഞ്ഞു. UDF ഭരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനകത്ത് ആവിഷ്കരിക്കുന്ന പ്രോജക്റ്റുകൾ അത് ജനോപകാരപ്രദമായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇപ്പോഴത്തെ ഭരണസമിതി എന്ന് പറയുന്നത് പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയില്ല, നമുക്ക് വെറും അവാർഡിന് വേണ്ടി മാത്രം പ്രോജക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണം മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്രാവശ്യം എന്തായാലും ആകെയുള്ള 14 സീറ്റ്, നേരത്തെ ഇത് 13 ആയിരുന്നു, ഇപ്പോഴത് 14 വാർഡായി മാറിയിട്ടുണ്ട്. 9 or 10 സീറ്റോളം UDF-ന് ലഭിച്ച് എന്തായാലും ഭരണം തിരിച്ചു പിടിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് ഇന്ന് മുന്നണി എത്തിയിട്ടുണ്ട്. നടപ്പാക്കിയ വികസന കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനായി CPM ഒരുങ്ങുമ്പോൾ പഴുതടച്ച പ്രവർത്തനങ്ങളിലൂടെ പരാജയപ്പെട്ട കോട്ടകളിലടക്കം വോട്ടുകൾ ഉറപ്പാക്കി വീണ്ടും അധികാരത്തിലേറാനുള്ള ഒരുക്കത്തിലാണ് UDF. അമൃത ന്യൂസ്, കാസർഗോഡ്.